രാജൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തുന്നതും രാജൻ ജോസഫും ആദർശും തമ്മിൽ അടിപിടി ഉണ്ടാവുന്നതും രാജൻ ജോസഫ് മർദ്ദിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാനാണ്, ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തിരിച്ചു വരണോ വേണ്ടോ എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. സ്കിപ്പ് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് പോകണം. ഇപ്പം പൈസ ചിലവുള്ള കേസൊന്നും അല്ലല്ലോ. ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പം ഇവിടെ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ രാഹുലിനെ ഒരു എന്തോ ഒരു വലിയൊരു കൊടും കുറ്റവാളി എന്ന് മുദ്രകുത്താൻ വേണ്ടിയിട്ട് രാജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു പുള്ളി മാധ്യമപ്രവർത്തകനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഡെയിലി വന്ന് നിരന്തരം രാഹുലിനെതിരെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്ന കുറേ കഥകൾ നമ്മൾ കണ്ടതാണ് അല്ലേ. ചുമ്മാ വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിട്ട് തട്ടി വിടുവാണ് ഈ രാജൻ ജോസഫ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറയട്ടെ, ഈ രാജൻ ജോസഫിന് ഇഷ്ടമല്ലാത്ത ആളുകൾ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ ഇയാളെ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇയാളെ ആളുകൾ കാണുന്നതും. ഇങ്ങനൊരു ഒരു മുതൽ ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് പുള്ളി പറയുന്നതാണ്. ആ മാധ്യമപ്രവർത്തനാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇയാൾ മാത്രമല്ല, വേറെയും ചില മുഖങ്ങളുണ്ടല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇങ്ങനെ കുറേ കൂണുകൾ പൊങ്ങി വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം ഈ രാജൻ ജോസഫ് ഒളിവിലാണ്. ഒന്ന് നോക്കി, ഈ രാഹുലിനെതിരെ ആരൊക്കെ സംസാരിച്ചോ, ആരൊക്കെ രാഹുലിനെ മോശമാക്കാൻ ചിത്രീകരിച്ച് നടന്നോ, അവരൊക്കെ ഇപ്പോൾ ഒളിവിലിരിക്കുകയാണ്. രാഹുൽ പുറത്തും അവരൊക്കെ ഒളിവിലും. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ ഈ രാജൻ ജോസഫ് ഇപ്പം ഒളിവിൽ പോയി. വേറൊന്നുമല്ല, ഈ രാജൻ ജോസഫിന് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന ആദർശ് മുക്കടെ എന്ന് പറഞ്ഞൊരു ഒരാളാണ്. രാഹുലിൻ്റെ കൂടെ നടന്ന അവസാനം രാഹുൽ MLA ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പേഴ്സണൽ സ്റ്റാഫ് ആക്കാത്തതിൻ്റെ വൈരാഗ്യത്തിൽ നേരെ രാജൻ ജോസഫിൻ്റെ ഒക്കെ ടീമിൽ ചേർന്നിട്ട് രാജൻ ജോസഫിന് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്തത് ഉള്ള കാര്യങ്ങളല്ല. ഈ ആദർശ് മുക്കടെ എന്ന് പറഞ്ഞ പുള്ളിയുടെ സൃഷ്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ രാജൻ ജോസഫിന് ഇട്ട് കൊടുത്ത് ഇയാളത് അരച്ച് കലക്കി വിശ്വസിച്ച് ഇയാളത് വന്നിരുന്നിട്ട് അങ്ങോട്ട് തുപ്പയും ചെയ്ത് അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഇയാൾ ആദർശ് മുക്കടയും അതുപോലെ ഈ രാജൻ ജോസഫുമായിട്ട് തെറ്റിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിട്ട് ഈ രാജൻ ജോസഫ് ആദർശ് മുക്കടയെ കണ്ടെടുത്തിട്ട് അടിക്കാൻ കണ്ട ചെയ്ത്. ഇപ്പം നിലവിൽ പോലീസിന് കേസ് കൊടുത്തു. ആദർശ് മുക്കട പോയി കേസ് കൊടുത്തു. രാജൻ ജോസഫ് ഒളിവിലുമാണ്. അപ്പോൾ അത് ശ്രീനാദേവി കുഞ്ഞും ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ശ്രീനാദേവി കുഞ്ഞും രാഹുലിൻ്റെ വിഷയത്തിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല, റിനിയെ കണ്ടം വഴി ഓടിച്ച ആളും ശ്രീനാദേവിയാണ്. അപ്പോൾ ശ്രീനാദേവിക്കോട് ലൈക്ക് കൊടുത്തേക്കണേ. 12 മണിയുടെ സീക്രട്ട് ചാറ്റൊക്കെ പുറത്തു കൊണ്ടുവന്നത് ശ്രീനാദേവിയാണ്. മാത്രമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ സ്റ്റെയർ ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. ഈ രാജൻ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത അപ്പോൾ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടത്. വാണ്ടഡ്, ഇയാളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസിൽ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇത് ഷെയർ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലിനെയും കൂടെ ചേർത്ത് വരെ ഇയാൾ എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയെന്നറിയാം. ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റിനിയുമായിട്ടുള്ള ഈ സീക്രട്ട് ചാറ്റിൻ്റെ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അത് കേട്ട് കുരു പൊട്ടിയിട്ട് ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നറിയും. ഇവരെ ഈ രാഹുലിനെയും ശ്രീനാദേവിയും ചേർത്തിട്ട് ഭയങ്കര അപവാദം വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ ഒരു വീഡിയോ മറുനാടൻ ആ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്, ഒരു വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ വെച്ചുതരാം. അതിനുമ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെച്ചുതരാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് റീസെൻ്റായിട്ട് ഒരു കല്യാണത്തിന് പോകുന്നത്. ഇപ്പോഴും നോക്കണം, അയാൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അയാളെ ജനങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നത്, ഇപ്പോഴും സ്വീകരിക്കുന്നത് അല്ലേ. അയാളുടെ ഭാഗത്ത് എവിടേക്കോ കുറേ ശരികളുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ അയാൾക്കൊരു സ്വീകാര്യത കിട്ടുന്നത് അല്ലേ. നിങ്ങൾ നോക്കി, ഞാനൊരു വീഡിയോ ഇവിടെ വെച്ച് തരാം. ആ വീഡിയോക്കകത്ത് രാഹുൽ ഏതൊരു കല്യാണത്തിന്, സുഹൃത്തിൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു, അറിയാവുന്ന ആരുടെ ഒരു കല്യാണത്തിന് പോയി ഇറങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ എന്തോ ഒരു സ്വീകരണമാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ സത്യപ്രതിജ്ഞയിലൊന്ന് കണ്ടയാണല്ലോ. രാഹുൽ ചെന്നിറങ്ങിയതും റിനി ചെന്നിറങ്ങിയതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടയാണല്ലോ.
റിനിയെ കോൺഗ്രസ്സുകാർ കൂവി ഓടിച്ചതും രാഹുലിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ആ രാഹുലിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അതിനുശേഷം ഈ രാജൻ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത മറുനാടൻ സായൻ സെക്രട്ടറിയുടെ യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുണ്ട്, അത് ഞാൻ വെച്ച് തരാം. രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, കണ്ടല്ലോ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള പുള്ളിയുടെ സ്വീകാര്യത. പുള്ളി ഈ പറഞ്ഞിട്ടുള്ള പുള്ളി ഒരു കുറ്റക്കാരനാണ് എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളി ഉറപ്പായിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കത്തില്ല അല്ലേ? പുള്ളി തെറ്റുകാരനല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് 100% പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു കുറ്റക്കാരനാണോ അല്ലയോ എന്ന് എങ്ങനെയാണ്, ഇത് വ്യക്തിപരമായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ തീരുമാനിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവരൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി പ്രകാരം ചെയ്തിട്ടുള്ളൊരു കാര്യം അതൊരിക്കലും അങ്ങനെ തെറ്റാണ് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരാളുടെ മേലിലോട്ടൊരു കുറ്റം അടിച്ചേൽപ്പിക്കുന്നു, അതിലേതെങ്കിലും ഒരു കേസ് കൊടുക്കുന്നു. അപ്പോൾ അത് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്, അത് ഇനി നടപടിയാവുന്ന കേസല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിഗണിക്കത്തില്ലെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല 3 കേസിൻ്റെയും കുറ്റപത്രം പോലീസ് കൊണ്ടുവന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള കുറ്റപത്രം തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. പോലീസ് എഴുതിക്കൊണ്ടിരുന്നു വെച്ചാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വോട്ട് നേടി ജയിക്കാൻ ഈ സ്ത്രീ വിഷയം എടുത്തിട്ട്, അപ്പോൾ രാഹുൽ എന്നൊരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ UDFൻ്റെ തരംഗമായിട്ട് നിൽക്കുന്ന സമയമാണ്. UDFൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആണെങ്കിലും കുറേ വോട്ടുകൾ മറിക്കാമെന്നുള്ളൊരു ചിന്തയായിപ്പോയി. പക്ഷെ ഇതൊന്നും നടന്നില്ല. പുള്ളി അകത്ത് നിൽക്കുന്നതിനേക്കാളും പുള്ളി ശക്തനായിട്ടാണ് പുറത്ത് നിന്നിട്ട് ഈ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, പുള്ളിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പുള്ളി പ്രതികരിക്കുന്നത്. ഓരോ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, വ്യക്തമായിട്ട് ഭയങ്കര കൃത്യമായിട്ട് ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ച് നല്ല വ്യക്തമായിട്ടാണ് പുള്ളി അത് പ്രസൻറ്റ് ചെയ്യുന്നത്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലേ? അപ്പോൾ എന്തായാലും 100% കോൺഫിഡൻസോടു കൂടിയാണ് രാഹുൽ നിൽക്കുന്നത്. എന്തായാലും പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇനി രാജൻ ജോസഫിൻ്റെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് സായൻ സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു വിഷയം, ഈ രാഹുലുമായിട്ടുള്ള ഈ ഒരു വാർത്ത ഇങ്ങനെ രാജൻ ജോസഫ് കൊടുക്കാനുള്ള കാരണവും ഈ ആദർശ് മുക്കടെ എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് തെറ്റിപ്പിരിയാനുള്ള കാരണമൊക്കെ സായൻ സെക്രട്ടറി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടുപോകെ. സമാനമായ ഒന്നാണ് രാജൻ ജോസഫ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കും സംഭവിച്ചിരിക്കുന്നത്. യൂട്യൂബ് ചാനലുകളിൽ വാർത്ത അവതരിപ്പിച്ചാണ് രാജൻ ജോസഫ് ശ്രദ്ധ നേടുന്നത്. രാജൻ ജോസഫ് പച്ചയ്ക്ക് പലതും തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ നിരവധി ആരാധകർ രാജനുണ്ടാവുന്നു. ഒരു ദയയുമില്ലാതെ രാജൻ ജോസഫ് പലരെയും വിമർശിക്കാറുണ്ട്. ഇളമരം കരീമിൻ്റെ ലൈംഗികതയെക്കുറിച്ചൊക്കെ രാജൻ ജോസഫ് തട്ടിവിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ്. പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ വന്ന് രാജൻ ജോസഫ് വലിയ തോതിൽ അവകാശവാദങ്ങൾ നടത്തി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ രാജനേറെ ശ്രദ്ധ നേടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടെയാണ്. രാഹുലുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണം ആദ്യം പുറത്തു കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്തത് രാജനായിരുന്നു. പിന്നീടാണ് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നതും റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുക്കുന്നതും വിവാദമാകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നതും ജയിലിൽ പോകുന്നതുമൊക്കെ. യാതൊരു ദയയുമില്ലാതാണ് രാജൻ ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കോ കേട്ടാൽ സഹിക്കുന്ന വിശേഷണങ്ങളല്ല രാജൻ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കും ബദ്ധശത്രുവായി മാറി രാജൻ. അതേസമയം രാഹുലിനെ എതിർക്കുന്നവരുടെ ഹീറോയായി മാറുകയും രാഹുലിനെതിരെ പരാതി കൊടുത്ത
സിനിമാ നടി രാജനൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ആരാധകരെയും കുറച്ച് ശത്രുക്കളെയും സൃഷ്ടിച്ചു രാജൻ. ആ വിഷയത്തിലൂടെ രാജനെ കോൺഗ്രസ് പ്രവർത്തകർ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് രാജൻ ജോലി ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസിൽ വെച്ച് രാജനും ആദർശ് മുക്കട എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനും തമ്മിൽ അടിപിടി ഉണ്ടാവുന്നത്. ഈ ആദർശ് മുക്കട രാഹുലിൻ്റെയും ഷാഫിയുടെയും വിശ്വസ്തനായിരുന്നെന്നും ഈ ആദർശ് മുക്കടയെ രാഹുൽ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കാതെ വന്നപ്പോൾ അവർ തമ്മിൽ തെറ്റി ഈ പറയുന്ന രാജൻ ജോസഫിൻ്റെ അടുത്തെത്തിയെന്നും അങ്ങനെ രാജൻ ജോസഫിനെ രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത് ആദർശ് മുക്കടയാണെന്നുമാണ് രാജനെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നത്. എന്തായാലും പിന്നീട് രാജൻ ജോസഫും ആദർശ് മുക്കടയും തമ്മിൽ തെറ്റുന്നു. ആദർശ് മുക്കട രാജൻ ജോസഫിനെതിരെയും പല പോസ്റ്റുകളും ഇടുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആദർശ് രാജൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തുന്നതും രാജൻ ജോസഫും ആദർശും തമ്മിൽ അടിപിടി ഉണ്ടാവുന്നതും. രാജൻ ജോസഫ് മർദ്ദിച്ചു, കൊല്ലാൻ ശ്രമിച്ചു, ആയുധം ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ആദർശ് മുക്കട പരാതി കൊടുത്തു. പോലീസ് രാജൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. രാജൻ ജോസഫ് അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയിരിക്കുന്നു. രാജൻ ജോസഫിനെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസ് ആണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രചരണം നടത്തുന്നു. ഇത് കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മയും ഷെയർ ചെയ്തിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ രാജൻ ജോസഫ് പല പരാമർശങ്ങളും നടത്തുകയും ശ്രീനാദേവി പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. പിണറായി പോലീസ് കേസെടുത്തിരുന്നില്ല, എന്നാൽ UDF സർക്കാർ കേസെടുത്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. രാജൻ ജോസഫിന് വാണ്ടഡ് എന്നൊരു ചിത്രം സഹിതം ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെ എഴുതി: ഒരു മൊബൈൽ ഫോണും എന്ത് വൃത്തികേടും പറയുന്ന ഒരു നാവും മലിനമായ ഒരു തലച്ചോറും ഉണ്ടെങ്കിൽ ഒരാൾക്ക് യൂട്യൂബർ രാജനാകാൻ കഴിയും. കഴിഞ്ഞ കുറേ കാലമായി മാധ്യമ പ്രവർത്തനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അധിക്ഷേപം മാത്രം നടത്തി വരുന്ന ഇയാൾക്കെതിരെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തൃക്കാക്കര പോലീസ് കേസെടുത്തതായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുകയാണ്. KSU മലമ്പുഴ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റും പാലക്കാട് പോളിടെക്നിക് മുൻ ചെയർമാനും മാധ്യമപ്രവർത്തകനുമായ ആദർശ് മുക്കടയാണ് ഈ ക്രിമിനൽ ആക്രമിച്ചത്. ഓപ്പറേഷൻ തുഫാൻ ശക്തമായതോടെ തൻ്റെ ജീവിതം ആകെ താറുമാറായ ഇയാൾ നടത്തിയ മറ്റൊരു ക്രൈമായിട്ടാണ് പോലീസ് പോലും ഇതിനെ കണക്കാക്കുന്നത്. പാതിരാത്രിയിൽ പുരുഷന്മാരെ സീക്രട്ട് ചാറ്റിങ്ങിന് ക്ഷണിക്കുന്ന സ്ത്രീകളെയും, ഭർത്തൃമതിയായിരിക്കെ പരപുരുഷന്മാരുടെ അവൈലബിലിറ്റി നോക്കുന്ന സ്ത്രീകളെയും, സ്വന്തം ഭർത്താവിന് കുഞ്ഞിന് പേരിടാൻ താല്പര്യമില്ലാതെ ഇല്ലാത്ത പ്രിവിലേജ്ഡ് ചൈൽഡിന് നെയിമിംഗ് സെറമണിയിലൂടെ ഇമോഷണൽ മാനിപ്പുലേഷൻ നടത്തുന്ന സ്ത്രീകളെയും ചാരിത്ര പ്രസംഗത്തിലൂടെ മഹത്വവൽക്കരിക്കാൻ വൃഥാശ്രമിക്കുകയും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരുടെ സ്ത്രീത്വത്തെ അസഭ്യവർഷം കൊണ്ട് അപമാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത യൂട്യൂബർ രാജനൊടുവിലാണ്. നാട്ടിലുള്ള എല്ലാ കേസുകളെപ്പറ്റിയും വാദോരാതെ സംസാരിച്ചിരുന്ന ഈ അധമൻ സ്വന്തം പേരിൽ കേസ് വന്നതും FIR രജിസ്റ്റർ ചെയ്തതുമായ ദിവസം മുതൽ അയാളുടെ ഇന്ത്യൻ യൂറോപ്യൻ നിർമ്മിത വായ് പൂട്ടിയിരിക്കുകയാണ്. ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. എറണാകുളത്ത് പല ലോഡ്ജുകളിലും താമസിക്കുന്ന ഇയാൾ നിലമ്പൂർ സ്വദേശിയാണ്. ഈ ചിത്രത്തിലുള്ള അധമനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതാണ്ട് 1000-ഓളം ഷെയർ ഉണ്ടായിട്ടുണ്ട് ശ്രീനാദേവിയുടെ ഈ പോസ്റ്റിനെ. അതിനോടൊപ്പം വെച്ചിരിക്കുന്ന വാണ്ടഡ് എന്ന പോസ്റ്റ് ഔദ്യോഗികമല്ലെങ്കിലും ഇത് ഔദ്യോഗികമാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇക്കൂട്ടത്തിൽ പറഞ്ഞു പോവാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത മറ്റൊരു സംഭവം കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ. കണ്ടല്ലോ, ഇതെല്ലാം ഇയാൾ വലിയ തെളിവുകൾ കയ്യിലുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിഷയമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണെങ്കിലും ഭയങ്കര രീതിയിൽ വന്നിരുന്ന ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇയാളതിലൊരു പുണ്ണാക്കും ഇല്ലെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അന്നേ നമുക്കറിയാം, അധികാരം കഴിക്കുന്ന ആളുകൾക്കറിയാം ഇയാൾ എവിടെ നിന്നൊക്കെയോ കുറച്ച് പൈസ മേടിച്ചിട്ട് ചെയ്തൊരു പണിയാണെന്ന്. കുറച്ച് പൈസ മേടിച്ചിട്ട് ചെയ്തൊരു പണിയാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം ഈ ആദർശ മുക്കട പുള്ളിയുടെ ഭാവനയിൽ മറുനാടൻ പറഞ്ഞിട്ടില്ലേ, പുള്ളിയുടെ ഭാവനയിൽ ഉണ്ടാക്കി പുള്ളി പറഞ്ഞത് കേട്ട് ഇയാൾ അതൊക്കെ വിശ്വസിച്ച് ഇയാൾ വന്നിരുന്നിട്ട് ഇയാൾ അങ്ങോട്ടങ്ങ് ജനങ്ങളുടെ ഇടയിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിയാണ്. പക്ഷെ ഇത് കാണുന്നവരെല്ലാം പുള്ളിക്ക് ചീത്തവിളി മാത്രമേ ഉള്ളായിരുന്നു. പുള്ളിയുടെ വീഡിയോയുടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ മൊത്തം തെറിവിളിയായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു നാൾ കള്ളൻ പല നാൾ പിടിയെന്ന് പറയില്ല. ഇപ്പം രാഹുലിനെ ഒതുക്കാൻ പോയിട്ട് അല്ലെങ്കിൽ രാഹുലിനെ പുറത്ത് അടിക്കാൻ പോയിട്ട് ഇപ്പം എല്ലാവരും ഈ ടീംസുകളെല്ലാം ഇപ്പം അകത്ത് കയറി വിളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നു അല്ലേ. ഇപ്പോൾ ഒറ്റ എണ്ണമില്ല, നിങ്ങൾ നോക്കി ഒറ്റ എണ്ണത്തിനെ കാണാനില്ല. റീനി, ഷഹനാസ്, രാജൻ ജോസഫ് ഇതെല്ലാം ഒരു ബെൽറ്റായിരുന്നു. ഇല്ല ബാല പറയുന്നല്ലേ, ഇവരെല്ലാം ഒരു ബെൽറ്റാന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒറ്റ എണ്ണത്തിനെ കാണാനില്ല. രാഹുൽ എന്ന പുള്ളി വെളിയിലിറങ്ങി ലാവിഷായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വീകാര്യത പുള്ളിക്ക് കിട്ടുന്നുമുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു പിന്നെ വരാം.